നമ്മുടെ വിശദീകരണ യോഗത്തിൻ്റെ അധ്യക്ഷൻ പൃഥ്വിരാജ്, ഷൈബിൻ അടക്കമുള്ള തൊഴിലാളി നേതാക്കളെ സ്നേഹം പറഞ്ഞത്. ജൂലൈ 9-ാം തീയതി ഇന്ത്യയിലെ പ്രമുഖ ട്രേഡ് യൂണിയനുകളെല്ലാം തന്നെ ചേർന്നിട്ടുണ്ട്. 17 മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പണിമുടക്കം നടത്തുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ട്. അതിനിടയാക്കിയ കാര്യങ്ങൾ സാധാരണഗതിയിൽ നമ്മൾ ആരും ആഗ്രഹിക്കാത്തതാണ് പണിമുടക്കണം എന്നുള്ളത്. തൊഴിലാളികളുടെ അവസാനത്തെ ആയുധമാണ് പണിമുടക്കം എന്നുള്ളത്. എന്നാൽ മാർച്ചിന് മുമ്പ് ഡിമാൻഡ് ഉന്നയിച്ച് മെയ് മാസത്തിൽ തീയതി പ്രഖ്യാപിച്ച് നടത്താൻ ഉദ്ദേശിച്ചിരുന്ന പണിമുടക്ക് പെഹൽഗാം ആക്രമണത്തെ തുടർന്നാണ് നമ്മൾ മാറ്റിവെച്ച് ജൂലൈ 9-ലേക്ക് വെച്ചത്. ഇതിനിടയിൽ ഒരു സാമാന്യ മര്യാദ ഇന്ത്യയിലെ ഭരണകൂടത്തിനുണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ പണിമുടക്കം കഴിയുമ്പോഴത്തേക്കും കുറേ ആളുകൾ കണ്ണീരുമായി വരും. ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിലെ ഇത്ര ശതമാനമാണ് നഷ്ടപ്പെട്ടു പോയത് എന്ന് പറഞ്ഞു. ആ ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ നഷ്ടം പറയുന്ന ആളുകൾ കേന്ദ്ര സർക്കാരിനോടൊന്ന് ചോദിക്കാം. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയനുകൾ ഇങ്ങനെ പണിമുടക്കും എന്ന് നോട്ടീസ് നൽകിയിട്ട് ചുമതലപ്പെട്ട ആരെങ്കിലും ഈ തൊഴിലാളികളോട് നിങ്ങളുടെ വിഷയം എന്താണ് എന്നൊരു സാമാന്യ മര്യാദ അനുസരിച്ച് വിളിച്ച് ചോദിച്ചോ എന്നന്വേഷിക്കണം. സത്യത്തിൽ ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തോട് എപ്രകാരമാണ് ഭരണകൂടം നിലപാടെടുക്കുന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം തന്നെയാണത്. നമ്മൾ 17 മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ച് സമരം ചെയ്യുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ദേശാഭിമാന പ്രചോദിതമായ ആളുകളാണ് ഇന്ത്യ ഭരിക്കുന്നത്, ഞങ്ങൾ ദേശ അഭിമാനികളാണ് എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ ഇങ്ങനെ കെട്ടിപ്പടുത്ത മനുഷ്യരാണ് തങ്ങൾക്ക് മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്നത് എന്ന ഒരു ദയാവായ്പ പോലും ഇന്ത്യയിലെ ഭരണകൂടം ഈ മനുഷ്യരോട് കാണിച്ചില്ല എന്നുള്ളത് വളരെ വിചിത്രമാണ്. നമുക്കറിയാം, ഈ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും ഈ രാജ്യം ഇന്നുവരെ നേടിയ എല്ലാ നേട്ടങ്ങൾക്കും ഇതുവരെ ഉണ്ടാക്കിയ എല്ലാ സമ്പത്തും തൊഴിലാളിയുടെ അധ്വാനം കൊണ്ടിട്ടാണ് പടുത്തുയർത്തിയത്. അത് വൻകിട മുതലാളിമാർക്ക് കൈയൊഴിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ ചെയ്യരുത് എന്ന് പറയുകയും ഈ രാജ്യത്തിന്റെ സമ്പത്ത് ഇന്ന് കൈയൊഴിച്ചു കൊടുത്താൽ അത് ദേശദ്രോഹപരമാണ് എന്ന് പറയുകയും ചെയ്താണ് തൊഴിലാളികൾ ചെയ്യുന്നത്. നോക്കൂ നിങ്ങൾ, നമ്മൾ നേരത്തെ FACTക്ക് തൊഴിലാളിയായിരിക്കുക എന്നുള്ളത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ് എന്നാണ് നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത്. ഇന്ന് നേരത്തെ ഷൈബിൻ സൂചിപ്പിച്ച പോലെ തൊഴിലാളികളുടെ എല്ലാ അംശങ്ങളെയും എല്ലാറ്റിനെയും കാർന്നു തിന്നുന്ന ഒരു മാനേജ്മെന്റും, നിൽക്കാൻ പറയുമ്പോൾ ഇരിക്കുകയും ഇരിക്കാൻ പറയും കിടക്കുകയും ചെയ്യുന്ന വിനീത വിധേയന്മാരായി തൊമ്മിമാരായി കേന്ദ്ര സർക്കാരിന്റെ തൊമ്മിമാരായി ഭരിക്കുന്ന ആളുകളാണ് ഇന്ന് ഈ മാനേജ്മെന്റിനകത്തുള്ളത്. എപ്രകാരം നമ്മുടെ അവകാശങ്ങൾ കവർന്നെടുക്കാം? ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കരാർ തൊഴിലാളികളെ വിളിച്ച് കേന്ദ്ര സർക്കാരിന്റെ പിണിയാളുകളായ ലേബർ ഓഫീസർമാരെ വെച്ച് കേന്ദ്ര ലേബർ ഓഫീസർമാരെ കൊണ്ട് ഇവിടുത്തെ കരാർ തൊഴിലാളികളെ അന്നേ ദിവസം പണിക്ക് കയറിക്കുന്നതിന് വേണ്ടി യോഗം വിളിച്ചു കൂട്ടി. അത്രയും ശ്രമം നടത്തിയ കേന്ദ്ര ഭരണകൂടം ഈ രാജ്യത്തെ തൊഴിലാളി സംഘടനകൾ വിളിച്ചൊന്ന് സംസാരിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾക്ക് തൊഴിലാളികൾക്ക് വേണ്ടുന്ന ഉറപ്പുകൾ നൽകിയാൽ ഈ പണിമുടക്കം നടക്കില്ലായിരുന്നു. അതിനു പകരം തൊഴിലാളികളെ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ അവരെ വിളിച്ച് ഭീഷണിപ്പെടുത്താൻ പോകുന്ന നിലയ്ക്ക് ഇന്ത്യയിലെ ഭരണകൂടം പെരുമാറുകയാണ്. അതിന് ഒത്താശ ചെയ്യുന്ന വിധത്തിൽ ഈ FACTക്കകത്ത് ചില മാനേജ്മെന്റ് പ്രതിനിധികളും തയ്യാറാകുന്നു എന്നുള്ളത് അത്യന്തം ദയനീയമാണ്. ഞാൻ ഒറ്റ കാര്യം, ഈ കാര്യത്തിൽ നിങ്ങളെല്ലാം വിചാരിക്കും നരേന്ദ്രമോദി ഇങ്ങനെ ഭരിച്ച് ഈ രാജ്യം RSന്റെ കാൽക്കീഴിലാകും എന്ന് വിചാരിക്കും. ഇടക്കിടക്ക് മാധ്യമങ്ങൾ കാണുന്നതും പത്രം വായിക്കുന്നതും നല്ലതാണ്. സോഹ്രാൻ മെംദാൻ എന്ന് പറയുന്ന ഒരാള് ട്രംപിന്റെ മൂക്കിന് കീഴെ ന്യൂയോർക്കിനകത്ത് മേയറാകാൻ തെരഞ്ഞെടുക്കപ്പെടാൻ പോവുകയാണ്. ഇവർക്കും പാഠമായിരിക്കണം അത്. ഈ ലോകത്ത് ഇങ്ങനെയൊക്കെ നടന്നോളും, ലോകത്തൊരു മാറ്റം ഉണ്ടാവില്ല, ലോകത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കും. മുതലാളിമാർ വിചാരിക്കുന്ന മുഴുവൻ നടക്കും എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളോട് RSന്റെ തീട്ടൂരങ്ങൾക്ക് ഭരണം നടത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ അതേപടി ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഭരണാധികാരികളെല്ലാം മനസ്സിലാക്കിക്കോ, ലോകം മാറുകയാണ്. ന്യൂയോർക്ക് മാത്രമല്ല, ലണ്ടനകത്ത് ഭരിക്കുന്ന മേയറുടെ പേര് സാദിഖ് ഖാൻ എന്ന് പറയുന്ന പാകിസ്ഥാനിയാണ്.
ലോകത്ത് ഇങ്ങനെയുള്ള ചിന്തകൾ വളർന്നു വരികയാണ്. സൊഹ്റാൻ മംദാൻ എന്ന് പറയുന്നത് ആ രാജ്യത്തിനകത്ത് ട്രംപ് കൊണ്ടുവരുന്ന വലതുപക്ഷ നയങ്ങൾക്കെതിരെ നന്നായി വർത്തമാനം പറയുന്ന ഒരാളാണ് സൊഹ്റാൻ മംദാൻ എന്ന് പറയുന്നത്. ഇന്ത്യക്കകത്ത് വേരുകളുള്ള ഗുജറാത്തിൽ നിന്ന് പിറന്നുപോയ അച്ഛന്റെ മകനാണ്. നല്ല സിനിമാകാരിയായിട്ടുള്ള സിനിമ സംവിധായകയായിട്ടുള്ള ആളുടെ മകനാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വം ഇങ്ങനെ എല്ലാ വംശീയതയും വർണ്ണവെറിയും പറയുന്ന അമേരിക്കക്കകത്ത് ട്രംപിന് മൂക്കിന് കീഴെ ന്യൂയോർക്കിന്റെ മേയറായി തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നത് ഏത് വിധേയനാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ലോകം മാറുന്നത് നിങ്ങൾ മാത്രം കാണാതിരുന്നാൽ അത് നിങ്ങൾക്ക് മാത്രമേ ഭവിഷ്യത്തായി ഭവിക്കൂ എന്നുള്ളത് മനസ്സിലാക്കിക്കോ. ലോകത്താകമാനം അങ്ങനെ ചിന്തകൾ വരികയാണ്. ഈ രാജ്യത്തിനകത്തും ഇങ്ങനെ വലതുപക്ഷ നയങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന, തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുത്ത് കൊണ്ടുപോകുന്ന, മനുഷ്യന്റെ അവകാശങ്ങൾ മുഴുവൻ എടുത്തു കൊണ്ടുപോയി വൻകിട കോർപ്പറേറ്റുകളുടെ കാൽക്കീഴിൽ കൊണ്ടുപോയി വെക്കുന്ന ഭരണകൂടം മനസ്സിലാക്കിക്കോ. നാളെ ഈ കരുത്തില്ലെന്ന് നിങ്ങൾ കരുതുന്ന ആളുകൾ, ഇവിടെ ഇരിക്കുന്ന മനുഷ്യർ, പണിയെടുക്കുന്ന ആളുകൾ, അധ്വാനം വിലക്ക് കൊടുക്കുന്ന തൊഴിലാളികൾ അതിശക്തരായി മുന്നോട്ട് വരുന്ന കാഴ്ച നിങ്ങൾ കാണും. ഈ രാജ്യത്തിനകത്ത് ഞങ്ങളത് കാണിച്ചു തന്നിട്ടുണ്ട്. എന്തിനാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിനു ശേഷവും 4ാമത്തെ പണിമുടക്കം നടത്തുന്നത് എന്നുള്ളത് ഞാൻ FACTക്ക് മുമ്പിൽ ഇങ്ങനെ ഈ പൊതുമേഖലാ സ്ഥാപനമായി FACT നിന്ന് അതിനു മുമ്പിൽ ഇത്തരത്തിൽ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ ഈ പൊതുമേഖലാ സ്ഥാപനം ഇന്ന് നിലനിൽക്കുന്നത് ഈ നിൽക്കുന്ന തൊഴിലാളികളുടെ, ഇവിടെ പണിയെടുക്കുന്ന മനുഷ്യരുടെ, അധ്വാനം വിലക്ക് കൊടുക്കുന്ന മനുഷ്യരുടെ ഉജ്ജ്വലമായ പോരാട്ടം കൊണ്ടാണ് FACT ഇങ്ങനെ നിൽക്കുന്നത്. ഈ ഇന്ത്യക്കകത്ത് നരേന്ദ്രമോദി ഭരണകൂടത്തിന് മുന്നോട്ട് വെച്ച ഏതെങ്കിലും നിയമം നടപ്പിലാക്കാൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ, മുന്നോട്ട് വെച്ച കാലം പിന്നോട്ട് വെക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, നരേന്ദ്രമോദിയുടെ ഭരണകൂടം തോറ്റുപോയ ഇടങ്ങളുണ്ടെങ്കിൽ ആ ഇടങ്ങൾ 2 തൊഴിലാളി വർഗം, അധ്വാനിക്കുന്ന ജനവിഭാഗം നടത്തിയ പോരാട്ടത്തിന് മുമ്പിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി പോകും. 29 തൊഴിൽ നിയമങ്ങൾ, ഈ പണിമുടക്കത്തിന്റെ 1ാമത്തെ ആവശ്യം അതാണ്. 29 തൊഴിൽ നിയമങ്ങൾ എടുത്ത് 4 കോഡുകളാക്കി ചുരുക്കിക്കെട്ടി മനുഷ്യന്റെ സംഘടിക്കാനുള്ള അവകാശത്തെ, അവന്റെ പോരടിക്കാനുള്ള സന്നദ്ധതയെ തന്നെ കെടുത്തിക്കളയുന്ന വിധത്തിൽ ഈ രാജ്യത്തെ നിയമങ്ങൾ മാറ്റിമറിക്കുന്ന 4 കോഡുകൾ ഈ രാജ്യത്തിനകത്ത് ഇപ്പോഴും നടപ്പിലാക്കാൻ കഴിയാതെ നരേന്ദ്രമോദി വിയർക്കുന്നുണ്ടെങ്കിൽ അത് ആരുടെ മുമ്പിലാണ്, എന്തിന്റെ പേരിലാണ് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഈ രാജ്യത്തെ തൊഴിലാളികൾ ഒന്നടങ്കം സടകുടഞ്ഞെഴുന്നേറ്റ് വലിയ പ്രതിരോധം തീർത്ത് പണിമുടക്കങ്ങൾ നടത്തി 4ാമത്തെ പണിമുടക്കം ജൂലൈ 9 നടത്താൻ പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് നരേന്ദ്രമോദി കൊണ്ടുവന്ന ഈ 4 തൊഴിൽ കോഡുകൾ ഇന്ത്യക്കകത്ത് ഇപ്പോഴും നടപ്പിലാക്കാത്തത്. നരേന്ദ്രമോദി നടപ്പിലാക്കുന്നതിന് മുമ്പേ തന്നെ ഈ നിയമങ്ങൾ നടപ്പിലാക്കിയ ചില സംസ്ഥാനങ്ങളുണ്ട്. ദൗർഭാഗ്യവശാൽ നമ്മുടെ കൂടെ സമരം ചെയ്യുന്ന ആളുകളുടെ നേതാക്കൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ വരെയുണ്ട്. നമുക്കിത് പറയാതെ പോകാതിരിക്കാൻ പറ്റില്ല. കർണാടകക്കകത്ത് നിയമമായി, ആന്ധ്രക്കകത്ത് റൂള് കൊണ്ടുവന്നു. ഈ തൊഴിലാളികൾ 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം, സാർവത്രികവും സാർവലൗകികവും ലോകത്താകമാനം അംഗീകരിച്ചും ഇന്റർനാഷണൽ ട്രേഡ് ഓർഗനൈസേഷൻ, ലേബർ ഓർഗനൈസേഷന്റെ അംഗമായിട്ടുള്ള ആ തത്വങ്ങളിൽ അംഗീകരിച്ച് ഒപ്പുവെച്ച ഇന്ത്യക്കകത്തും അത് ബാധകമാണ്. പക്ഷേ നരേന്ദ്രമോദി ഭരണകൂടം പറയുന്നത് 8 മണിക്കൂറുള്ള ജോലി 12 മണിക്കൂർ ജോലി എടുക്കണം. പാർലമെന്റിനകത്ത് നിയമം പാസ്സാക്കുന്നു. തൊഴിലാളി 12 മണിക്കൂർ ജോലി എടുക്കണം. അന്താരാഷ്ട്ര തത്വങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി ഭരണകൂടം ഈ ഇന്ത്യക്കകത്ത് 12 മണിക്കൂർ ജോലി എടുക്കണമെന്ന് തൊഴിലാളിയോട് പറയുന്നത്. അതെളുപ്പം നടപ്പിലാക്കിയ ആന്ധ്രാപ്രദേശ് 9 മണിക്കൂറാക്കി, കർണാടകയിൽ നടപ്പിലാക്കുകയാണ്. നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം, ഈ രാജ്യത്തിനകത്ത് അങ്ങനെ ഒരു നിയമവും തൊഴിലാളി വിരുദ്ധമായി നടപ്പിലാക്കാത്ത ഏക സംസ്ഥാനം കേരളമാണ്. കേരളത്തിനകത്ത് മാത്രമാണ് ആ കോഡുകൾ അനുസൃതമായി റൂളുകൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾ നോക്കൂ, അങ്ങനെ നമ്മുടെ എല്ലാ അവകാശങ്ങളും കൊണ്ടുപോകുന്ന നരേന്ദ്രമോദി ഭരണകൂടം ഏറ്റവും ഒടുവിലായി നമ്മളൊക്കെ വിചാരിച്ചു ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്നത് വൈദേശികൾ നമുക്ക് ബ്രിട്ടീഷുകാർ സമ്മാനിച്ചാണ്, അതുകൊണ്ട് വൈദേശികമായ നിയമങ്ങൾ മാറ്റുന്നതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ചു. ആ നിയമത്തിന്റെ പേര് മാറ്റി ഭാരതീയ ന്യായ സംഹിത എന്ന് പറഞ്ഞു. നമ്മൾ വിചാരിച്ച് ഇന്ത്യൻ പീനൽ കോഡിൽ തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള, ജനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണല്ലോ, അതുകൊണ്ട് അതിന് കുഴപ്പമുണ്ടാവും. അത് മാറ്റി ഈ നാടിന് അനുകൂലമായ എന്തെങ്കിലും ആയിരിക്കും ഈ നരേന്ദ്രമോദിയുടെ RSSകാർ കൊണ്ടുവരാൻ പോകുന്നത് വിചാരിച്ചു. ആ BNS കിട്ടുമ്പോ നിങ്ങളൊന്ന് നോക്കണം. 111ാമത്തെ വകുപ്പിട്ട് ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്. ക്രിമിനൽ കുറ്റമാണ്. ഈ രാജ്യത്തിനകത്ത് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ രാജ്യത്തെ ഭരണകൂടത്തിന്, ഭരണാധികാരികൾക്ക്, ഉദ്യോഗസ്ഥർക്ക് തോന്നുകയാണ്
ഞാൻ ഇവിടെ സംഘം ചേർന്നത്, ഞാനും ഷൈബിനും ഇവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം കൂടി സംഘം ചേർന്നിരിക്കുന്നത് എന്തിനാണ്? നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തിക്കാണെന്ന് ഏതെങ്കിലും ഉദ്യോഗസ്ഥന് തോന്നുകയാണെങ്കിൽ അങ്ങനെ തോന്നുന്നതിന്റെ പേരിൽ നമ്മളിങ്ങനെ സംഘടിച്ചതിന്, നമ്മൾ ആവശ്യം ഉന്നയിച്ചതിന്, നമ്മളിങ്ങനെ വർത്തമാനം പറയുന്നതിന്, ഡിമാൻഡ് നോട്ടീസ് കൊടുത്തത് ക്രിമിനൽ കുറ്റമായി പരിഗണിക്കാവുന്ന 111-ാമത്തെ വകുപ്പ് നരേന്ദ്രമോദി ഇന്ത്യക്കകത്ത് BNS എന്ന് പറയുന്ന നിയമത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു. കേരളത്തിനകത്ത് ചിലപ്പോൾ പ്രയോഗിക്കാൻ പറ്റില്ല. നമ്മൾ സംഘടിതരാണ്, നമുക്ക് നല്ല ശക്തിയുണ്ട്. അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ BNS 111 പ്രകാരം അറസ്റ്റ് ചെയ്തു പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ അവർക്ക് ഒരിക്കൽ പ്രതി കൊടുക്കാത്തത് പെട്ടെന്ന് കേരളത്തിലൊക്കെ നടപ്പിലാകില്ലായിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇങ്ങനെ സംഘടിതമല്ലാത്ത, നമ്മൾ അത്ര ശക്തമല്ലാത്ത ഇടത്തിൽ ഏതെങ്കിലും ഒരു നാമ്പ് തൊഴിലാളികളിൽ നിന്ന് ഉയർന്നു വന്ന് ഈ തൊഴിലാളി ചൂഷണം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് ഒരു അപേക്ഷ തയ്യാറാക്കി അധികാരിക്ക് കൊടുത്താൽ, അങ്ങനെ നിയമവിരുദ്ധമായി സംഘടിക്കുന്നു എന്ന് അവർക്ക് തോന്നിയാൽ 111-ാമത്തെ വകുപ്പ് അനുസരിച്ച് BNS നിയമം അനുസരിച്ചിട്ട് ഈ രാജ്യത്തുള്ള ഏതൊരു തൊഴിലാളിയെയും പിടിച്ച് ജയിലടക്കാം. ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ആക്ട് അങ്ങനെ തൊഴിലാളികൾക്ക് അനുകൂലമായ എല്ലാ നിയമങ്ങളും ഒന്നൊന്നായി നരേന്ദ്രമോദി സർക്കാർ അവസാനിപ്പിക്കുമ്പോഴും നമ്മുടെ പ്രതീക്ഷ ഈ ക്രിമിനൽ നിയമമെങ്കിലും ഭേദഗതി ചെയ്യുമ്പോൾ നമുക്ക് അനുകൂലമായി എന്തെങ്കിലും ഉണ്ടാകുമെന്നാണ്. പക്ഷേ ആ ക്രിമിനൽ നിയമത്തിനകത്ത് പോലും തൊഴിലാളി വിരുദ്ധമായ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ എടുക്കുന്നത്. ഞങ്ങൾ ഈ കേന്ദ്ര സർക്കാരിനോട് ആവർത്തിച്ച് പറയുന്നു, ഈ രാജ്യത്ത് പണിയെടുക്കുന്ന മനുഷ്യർ അവരുടെ അധ്വാനം കൊണ്ടുണ്ടാക്കിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഡിമോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ എന്ന പേരിൽ ഈ രാജ്യത്തുള്ള എല്ലാം വൻകിട മുതലാളിമാർക്ക് കൊടുക്കുന്നു. അങ്ങനെ വൻകിട മുതലാളിമാർക്ക് കൊടുക്കുന്നത് തെറ്റാണ്, അത് രാജ്യദ്രോഹമാണ് എന്ന് ഞങ്ങൾ ആവർത്തിച്ച് തൊഴിലാളികൾ പറയുന്നു. ഈ രാജ്യത്തിനകത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിലേ, FACT നിലനിൽക്കുന്നുണ്ടെങ്കിലേ ഈ രാജ്യത്തിനകത്തുള്ള ഏറ്റവും സാധാരണക്കാരായ കർഷകന് ചുരുങ്ങിയ ചെലവിൽ രാസവളം ലഭ്യമാകും. ഇത് പൊതുമേഖലയിൽ തന്നെ നിന്നാലേ ഈ രാജ്യത്തിന്റെ അകത്ത് ആഭ്യന്തര ഉത്പാദനം ഉണ്ടാകുകയുള്ളൂ. FACT അടച്ചുപൂട്ടപ്പെട്ടു പോയാൽ ഈ മേഖലയ്ക്കകത്ത് വലിയ കുത്തകകൾ മാത്രം അവശേഷിക്കുന്ന അവസ്ഥ വന്നാൽ, FACT ഇല്ലാതായാൽ ഈ രാജ്യത്തിനകത്ത് ഏറ്റവും പാവപ്പെട്ട കർഷകരുടെ കാർഷിക ഉത്പാദനം കുറയും. ഇന്ന് തന്നെ നമ്മൾ നോക്കൂ ഈ രാജ്യത്തിന്റെ സുവിശേഷം. ഇപ്പൊ നമ്മള് ലോക ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്തെത്തി എന്നാണ് പറയുന്നത്. നമ്മൾ നമ്പർ 1 ആണ്. ബാക്കിയൊക്കെ എല്ലാറ്റിലും നമ്മൾ പുറകിലാണെങ്കിലും ഈ കാര്യത്തിൽ നമ്മൾ 1-ാമതെത്തി എന്നാണ് പറയുന്നത്. 156 കോടി എത്ര? അതെ, അത്ര ഉണ്ട്. അതിനകത്ത് 20 കോടിയോളം വരുന്ന മനുഷ്യർ. ഞാൻ പറയുന്നതല്ല, ലോകാരോഗ്യ സംഘടന പറയുന്നു. 20 കോടിയോളം വരുന്ന മനുഷ്യർക്ക് ഒരു നേരം ഒരു ആഹാരം കഴിക്കാനില്ല. ഈ രാജ്യത്തിനകത്ത് കാർഷിക ഉൽപാദനം ഇല്ലാത്തത് കൊണ്ടാണോ? കർഷകർ എന്തുകൊണ്ട് ഈ പണിമുടക്കത്തെ പിന്തുണയ്ക്കുന്നു? അവരും നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ അഭിവാദ്യം ചെയ്യാൻ വരുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കോ. അവര് നമ്മൾ അഭിവാദ്യം ചെയ്യുന്ന തൊഴിലാളികൾ ഈ പണിമുടക്കം നടത്തുന്നത് അവരുടെ കൂടെ നിലനിൽപ്പിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. ഈ രാജ്യത്തിനകത്തുള്ള 20% വരുന്ന മനുഷ്യർ ഒരു നേരം മാത്രം ആഹാരം കഴിച്ച് ജീവിക്കുമ്പോഴും ഇവിടുത്തെ നെല്ലറകളിൽ, ധാന്യപ്പുരകളിൽ ഈ രാജ്യത്ത് ഇന്ന് അധിവസിക്കുന്ന മനുഷ്യരെക്കാൾ 3 ഇരട്ടിയോളം വരുന്ന ആളുകൾക്ക് അത്ര കഴിക്കാവുന്നത്ര ഭക്ഷ്യധാന്യങ്ങളുടെ ശേഖരമുണ്ട്. ആ ശേഖരം അദാനിയുടെയും അംബാനിയുടെയും ധാന്യപ്പുരകളിലാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ രാജ്യത്തിനകത്ത് കൊയ്തെടുക്കുന്ന ധാന്യങ്ങൾ ശേഖരിക്കാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിനായിരുന്നു. മുമ്പതെടുത്ത് വൻകിട മുതലാളിമാർക്ക് കൈമാറി കൊടുത്തു. ആ കൈമാറി കൊടുത്തതിന്റെ ഭാഗമായിട്ട് ഇന്ന് ലോകത്ത് എത്ര തന്നെ ഉൽപാദനം ഈ രാജ്യത്തിനകത്ത് നടത്തിയാലും അങ്ങനെ ഉൽപാദിപ്പിക്കുന്ന ധാന്യങ്ങളെടുത്ത് തങ്ങളുടെ നെല്ലറകളിൽ കൊണ്ടുപോയി സൂക്ഷിക്കാനുള്ള അവകാശം വൻകിട കോർപ്പറേറ്റുകൾ കൊടുത്തു. മഴ പെയ്താൽ ഞാൻ പോവില്ല. അങ്ങനെ ആ ഭക്ഷ്യധാന്യങ്ങൾ നമ്മൾ കോവിഡ് പ്രതിസന്ധി വന്ന സമയത്ത് CITU അടക്കം ആവശ്യപ്പെട്ടു. ഇവിടുത്തെ പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയനുകൾ എല്ലാം ആവശ്യപ്പെട്ടു. 15 കിലോ എങ്കിലും ഭക്ഷ്യധാന്യങ്ങൾ എടുത്ത് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യന്റെ ഭക്ഷണം നഷ്ടപ്പെടാതെ അവർ അന്നം മുടങ്ങാതെ നോക്കണം കേന്ദ്ര സർക്കാർ. അത് ഏറ്റവും സാധാരണക്കാരന് കൊടുത്തില്ല എന്ന് മാത്രമല്ല, വൻകിട കമ്പനികൾക്ക് സാനിറ്റൈസർ ഉണ്ടാക്കാനാണ് ആ ഭക്ഷ്യധാന്യങ്ങൾ കേന്ദ്ര സർക്കാർ കൊടുത്തത്. ഇങ്ങനെ ജനങ്ങളെ ഉപദ്രവിക്കുന്ന, ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയുമില്ലാത്ത ഭരണകൂടം
അതിന്റെ ചെയ്തികൾ അവസാനിപ്പിച്ച് ജനോപകാരപ്രദമായ നടപടികൾ ഉണ്ടാക്കണമെന്നാണ് ഈ പണിമുടക്കം ആവശ്യപ്പെടുന്നത്. 4 കോടികൾ മാത്രമല്ല, അവിടെ നിന്നങ്ങോട്ട് വരുന്ന എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സംരക്ഷണം ഈ പണിമുടക്കം ആവശ്യപ്പെടുന്നു. പൊതുമേഖലാ സംരക്ഷണം മാത്രമല്ല, വിലക്കയറ്റം തടയണമെന്ന് ആവശ്യപ്പെടുന്നു. ഈ രാജ്യത്തിനകത്ത് വിലക്കയറ്റത്തിന്റെ പേരിൽ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമല്ലാത്തതിന്റെ പേരിൽ എത്ര പേരാണ് മരിച്ചു പോകുന്നത് എന്നുള്ളത് കണക്കുകൾ വരുന്നുണ്ട്. വളരെ കാലത്ത് തൊട്ടടുത്ത് നരേന്ദ്രമോദിയുടെ ഭരണകാലത്താണ് സന്തോഷി കുമാരി എന്ന് പറയുന്ന 14 വയസ്സുള്ള പെൺകുട്ടി ഭക്ഷണത്തിന് വേണ്ടി കരഞ്ഞ് മരിച്ചു പോയത് നമ്മൾ കേട്ടത്. ഒട്ടേറെ കുഞ്ഞുങ്ങൾ ഈ രാജ്യത്തിനകത്ത് അവർക്ക് പോഷകാഹാരക്കുറവുണ്ട് എന്ന് ലോകാരോഗ്യ സംഘടന കണക്ക് പറയുന്നു. നമുക്ക് ഇത്രമാത്രം ഭക്ഷണം കഴിക്കാനുണ്ടായിട്ടും ദൈവത്തിന്റെ കരങ്ങളുള്ള കർഷകർ ഈ രാജ്യത്തിനകത്ത് ഭക്ഷ്യോത്പാദനം നടത്തിയിട്ടും എന്തുകൊണ്ട് ഈ രാജ്യത്തിനകത്ത് 20 കോടിയോളം വരുന്ന മനുഷ്യർ ഒരു നേരം മാത്രം ആഹാരം കഴിച്ച് ജീവിക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങൾ 50%-ലധികം വരുന്ന കുഞ്ഞുങ്ങൾക്ക് വിളർച്ച ബാധിച്ചവരായി ജീവിക്കേണ്ടി വരുന്നു എന്നുള്ളത് പരിശോധിക്കണം. നരേന്ദ്രമോദി പറഞ്ഞ കഴിഞ്ഞ ദിവസം നമ്മൾ കാണുമ്പോൾ നീരവ് മോദിയും അതുപോലെ തന്നെ വിജയ് മല്യയും കൂടി ലണ്ടനിൽ പാർട്ടിക്കകത്ത് കള്ള് കുടിച്ച് ഡാൻസ് ചെയ്ത് അത് ഫേസ്ബുക്കിനകത്ത് പോസ്റ്റ് ചെയ്ത് നമ്മൾ കാണുന്നുണ്ട്. ഈ രാജ്യത്തിനകത്തുള്ള സമ്പത്തെടുത്ത് കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് അവരുടെ 2 പേരുടെ ഉദാഹരണം കൊണ്ട് മനസ്സിലാവാം. നമ്മുടെ രാജ്യത്തിനകത്തുള്ള സമ്പത്ത് എങ്ങനെയാണ് ഈ ഭരണകൂടം വൻകിട കോർപ്പറേറ്റുകൾക്ക് കൈമാറി കൊടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ രാജ്യത്തുണ്ടായിരുന്ന മനുഷ്യരുടെ സബ്സിഡികളെല്ലാം വെട്ടിക്കുറച്ചു ഗവൺമെന്റ്. നമുക്ക് റേഷൻ സബ്സിഡി ഉണ്ടായിരുന്നു, രാസവളത്തിന് സബ്സിഡി ഉണ്ടായിരുന്നു, അങ്ങനെ ഗ്യാസിന് സബ്സിഡി ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാം സബ്സിഡി ഉണ്ടായിരുന്നു. അങ്ങനെ സബ്സിഡി ഉണ്ടായിരുന്ന ഘട്ടത്തിലാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് ഇടനിലക്കാർ നിങ്ങളുടെ സബ്സിഡി കൊണ്ടുപോകും. അങ്ങനെ സബ്സിഡികൾ കൊണ്ടുപോകുന്നതിന് ബദലായി നിങ്ങൾക്ക് നേരിട്ട് കേന്ദ്ര സർക്കാർ സബ്സിഡികൾ തരും. അപ്പോ ഈ രാജ്യത്തുള്ള സാധാരണക്കാരായ മനുഷ്യർ ചോദിച്ചു, നിരക്ഷര കുട്ടികൾ, സ്വന്തമായി വരുമാനമില്ലാത്തവർ, യാതൊരു പണിയുമില്ലാത്തവർ, അക്ഷരാഭ്യാസമില്ലാത്ത ഇന്ത്യയിലെ ശതകോടിക്കണക്കിന് വരുന്ന മനുഷ്യർ, ആ മനുഷ്യർ ഇന്ത്യയിലെ ഭരണകൂടത്തോട് ചോദിച്ചു, ഞങ്ങൾക്ക് ഇങ്ങനെ നേരിട്ട് സബ്സിഡി തരാൻ ഞങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടുകളില്ല, ഞങ്ങൾക്ക് സ്വന്തമായി അക്കൗണ്ടുകളില്ല. അപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞു, നിങ്ങളുടെ പണം നിങ്ങളുടെ അക്കൗണ്ടിൽ തരുന്നത് ജൻധൻ അക്കൗണ്ട് തുടങ്ങണം. 0 ബാലൻസ് അക്കൗണ്ട് മതി. 0 ബാലൻസ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സബ്സിഡികൾ മുഴുക്കെ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിൽ തരും. ഈ രാജ്യത്തുള്ള ഈ 156 കോടിയോളം വരുന്ന മനുഷ്യരുടെ എല്ലാവർക്കും, എല്ലാ കുടുംബത്തിനും അക്കൗണ്ട്, ജൻധൻ അക്കൗണ്ട് കൊടുത്തു. എങ്ങനെയാണ് മനുഷ്യന്റെ സമ്പത്ത് വളരെ ആസൂത്രിതമായി ചോർത്തിയെടുക്കുന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണത്. അങ്ങനെ ജൻധൻ അക്കൗണ്ട് ഈ സാധാരണക്കാരായ മനുഷ്യർ സബ്സിഡി തങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലഭ്യമാകുന്നതിന് ആരംഭിച്ച് കുറെ കഴിഞ്ഞപ്പോ റിസർവ് ബാങ്ക് തീരുമാനമെടുത്തു, ഇല്ലേ, മിനിമം ബാലൻസ് എന്ത് വേണം, എല്ലാ അക്കൗണ്ടിലും നഗരത്തിനകത്ത് 5000 രൂപയും